അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന നാട്ടുകാരെ, പ്രവാചക പ്രകീർത്തനം കൊണ്ട് നിറഞ്ഞാടുന്ന ഈ സദസ്സിൽ പരീക്ഷണങ്ങളാൽ ജീവിതം അനുഭവിച്ച മഹാനായ അയ്യൂബ് നബിയുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഒരൽപ്പം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാദം തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. സഹൃദരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പരീക്ഷണാഗ്നിയിലെ ഇണപ്രാവുകൾ. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ്, ദിക്കുകളൊക്കെ അമൈത്തോനിൽ ദിക്റോതിരിപ്പാണ്. എന്നും ലൈലില് നൗമില്ലാതെ ഇബാദത്ത്, എല്ലാ പകലിലും സൗമിൽ തന്നെ മൈശത്ത്. അയ്യൂബ് നബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒരു ഇലാഹിയ ചിന്തയായിരുന്നു. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഭയപ്പാടും കൊണ്ട് ജീവിക്കാൻ അയ്യൂബ് നബിക്ക് സാധിച്ചു. നിസ്കാരവും ഇബാദത്തുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ ജീവിതത്തിൽ. അങ്ങനെ അയ്യൂബ് നബി വളർന്നു യുവാവായി കല്യാണപ്രായമെത്തിയിരിക്കുന്ന സമയം ഇബാദത്തിന് ഭംഗം വരുന്ന കണക്കൂട്ടി നബി വിവാഹം നിശ്ചയിച്ചു. പക്ഷേ കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി തനിക്കൊത്ത സ്വാലിഹത്തായ പെണ്ണ് ലഭിച്ചാൽ താൻ കല്യാണം കഴിക്കാമെന്ന തീരുമാനമെടുത്തു മഹാനായ പ്രവാചകൻ. പക്ഷേ നബിക്കൊത്ത സ്വാലിഹത്തായ പെണ്ണ് അക്കാലത്തില്ല എന്ന കാര്യത്തിൽ കുടുംബക്കാർ ആശങ്കയിലായ സമയം അങ്ങനെ ഒരു പെണ്ണ് ഉണ്ടായിരുന്നു. അത് ആ നാട്ടിലല്ല, അകലെ ഈജിപ്ത് കൊട്ടാരത്തിലെ രാജകുമാരിയായ മിസ്രിന്റെ പൂവി, അവിടെയാണ് അഴകിന്റെ റാണി. മിസ്രിന്റെ പൂവി, അഴകിന്റെ റാണി, മഞ്ചേറും റഹ്മത്ത് ബി. കസ്തൂരി മാലിനി കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ, ഓ കാണുന്നു കവിളിണയിൽ. അയ്യൂബ് ചിന്തിക്കുന്ന അതേ രൂപത്തിലുള്ള പെണ്ണെ അക്കാലത്ത് അല്ലാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈജിപ്ത് കൊട്ടാരത്തിലെ രാജകുമാരിയായ പെണ്ണ്, മഹാനായ യൂസുഫ് നബിയുടെ പേരക്കുട്ടി റഹ്മത്ത് എന്ന റഹ്മത്ത് ബീവി. കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന റഹ്മത്ത് ബീവിയുടെ മനസ്സിലും ഒരു ഇലാഹിയ ചിന്തയുള്ള ഭർത്താവ് വേണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾ തനക്ക് വേണ്ടി കണ്ടെത്തിയത് മഹാനായ അയ്യൂബ് നബി എന്നറിഞ്ഞപ്പോൾ ബീവിക്കും സന്തോഷം. വിവരം ഡമസ്കസിൽ അറിയിച്ചു. ഇരു കുടുംബവും ആലോചനയിലായി. അയ്യൂബ് നബി റഹ്മത്ത് ബീവിയെ കല്യാണം കഴിച്ച് ഡമസ്കസിലെ കൊണ്ടുപോയി. മണിമാരനിന്നറ കൂടും, മധുമതി പൂത്തുരാ കിളി പാടും, പുതുതായ സ്വപ്നം ചൂടും, കളർമയിലായി നിൻ കരളാടും. കൈമുട്ടിപ്പാടടി മെയ് മറന്നാടടി, കളിയടി ചിരിയടി കരളി ചിരിയടി, മയിലാഞ്ചി കൊമ്പോടിച്ച്, ആ മയിലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് അയ്യൂബിൻ പുതുനാരി പെണ്ണേ, നിന്റെ കൈകളിൽ ചപ്പമിടു പെണ്ണേ. അല്ലാഹുവിന്റെ നബി റഹ്മത്ത് ബീവിയെ കല്യാണം കഴിച്ച് ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അള്ളാഹുവിന്റെ മാർഗത്തിലായി തഖ്വയിലും ഇബാദത്തിലും ഇരുവരും സന്തോഷത്തോടെ കഴിയുന്ന കാലം. അള്ളാഹു അവർക്ക് ആദ്യം 2 ആൺമക്കളെ നൽകി. അവർ കൊട്ടാരത്തിൽ ഓടിച്ചാടി കളിക്കുന്ന പ്രായം. കൊട്ടാരത്തിന്റെ ആർഭാടങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത അള്ളാന്റെ നബി റഹ്മത്തോട് പറഞ്ഞു, റഹ്മത്തെ, നമുക്ക് നൈവല്ലേ കൊട്ടാരമൊക്കെ, നമുക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ? അങ്ങനെ ഡമസ്കസിന്റെ തെരുവിൽ ഒരു ചെറിയ വീട് വെച്ച് കെട്ടി താമസിക്കാൻ അവർ തീരുമാനിച്ചു. പ്രിയരെ, ചരിത്ര താളുകളിൽ കാണാം, ഡമസ്കസിലെ ഏറ്റവും ചെറിയ വീട് എന്നതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. 2 കൊട്ടാരത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു രാജകുമാരന്റെയും ഒരു രാജകുമാരിയുടെയും വീട്, അതായത് ചെറ്റപ്പുര. അങ്ങനെ അവർ ആ ചെറിയ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന 4. ഒരു ദിവസം മക്കളെ വീട്ടിൽ നിർത്തി അള്ളാന്റെ പ്രവാചകനും റഹ്മത്ത് ബീവിയും ബന്ധുക്കളെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോയി. അന്നായിരുന്നു കൂട്ടരെ അവരുടെ ജീവിതത്തിൽ ആദ്യ പരീക്ഷണം. ഡമസ്കസിന്റെ പ്രകൃതി ആകെ മാറുകയാണ്. ശക്തമായ മഴയും കാറ്റും ആഞ്ഞടിക്കാൻ തുടങ്ങി. പേടിച്ചു വിറച്ച മക്കൾ മുറ്റത്ത് നിന്ന് വേഗം വീട്ടിലേക്ക് കയറി വാതിലടച്ചു. സമയം കൂടുന്തോറും മഴയ്ക്ക് ശക്തി പ്രാപിച്ചു. ഈ രമ്പി വരുന്ന കാറ്റിലും അതിശക്തമായ മഴയിലും ഈത്തപ്പനയുടെ ഓല കൊണ്ട് വെച്ച് കെട്ടിയ ആ വീട് തകർന്നടിഞ്ഞു. തകർന്നടിഞ്ഞ ആ വീട്ടിൽ ആ 2 മക്കളും ദാരുണമായി ചതഞ്ഞെറിഞ്ഞു മരണപ്പെട്ടു പോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിവരം നബി അറിയിക്കാൻ ഒരാൾ കൊട്ടാരത്തിലേക്ക് ഓടി. ഓടുന്ന വഴിയിൽ മടങ്ങി വരുന്ന നബിയെയും റഹ്മത്ത് ബീവിയും കണ്ടയാൾ കാര്യം പറഞ്ഞു. ഇത് കേട്ട റഹ്മത്ത് ബീവി റോഡിന്റെ മേലെ കുരച്ചിരിപ്പാണ്.
വിവരം അറിഞ്ഞിട്ട് ഇരുവരെത്തി വിതുമ്പി കരഞ്ഞവർ ഹൃദയം പൊട്ടി വിധിയെ തരുന്നോനിൽ തവക്കൽ വെച്ച് വ്യതയും വ്യസനങ്ങൾ അവർ സഹിച്ച് പ്രസവിച്ച മാതാവ്, വേദന കൊണ്ട് പൊളിയുന്ന കൽബുമായ പിതാവ്, പരസ്പരം സമാധാനിപ്പിക്കുന്ന വാക്കുകളില്ലാതെ രണ്ടുപേരും കലങ്ങിയ കണ്ണുമായി റഹ്മത്ത് ബി പറഞ്ഞു, നബിയെ കൊണ്ടുപോവായിരുന്നില്ല നമുക്കവരെ? വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും കൊണ്ടുപോയിക്കൂടായിരുന്നോ നമുക്കവരെ? എന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് ഉമ്മ എന്ന് ആഞ്ഞു വിളിക്കാൻ ആരുണ്ട് നബിയെ? എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ് പെണ്ണെ, അതിൽ ക്ഷമ അനിവാര്യമാണ്. അയ്യൂബ് നബി സമാധാനിപ്പിച്ച് പറഞ്ഞു. ജനനിബിഡമായിരുന്നു ആ തെരുവ്. ഡമസ്കസിന്റെ പള്ളിക്കാട്ടിൽ ആ രണ്ട് മക്കൾക്കും ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ആ വീട് ഒരുക്കി. വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുന്റെ നബിയും റഹ്മത്ത് നബിയും കഴിഞ്ഞുകൂടുന്ന കാലം. നാളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുന്റെ നബിക്ക് ശക്തമായ രോഗം പിടിപെട്ടു. അതേ, ശരീരം പഴുത്തുപൊട്ടി ചോരയും ചലവും ഒലിക്കുന്ന രോഗം. നബി വീട്ടിൽ തന്നെ കിടപ്പിലായി. ദിവസങ്ങൾ കൂടുന്തോറും രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. അള്ളാഹുന്റെ നബി ഒരു ചികിത്സക്കും മുതിരുന്നില്ല. അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയും സഹനം കൊണ്ട് നേരിടാൻ തീരുമാനിച്ചു മഹാനായ പ്രവാചകൻ. കൈവിരലുകളും കാൽവിരലുകളും പഴുത്തു മുറിഞ്ഞു വീഴാൻ തുടങ്ങി. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. നാവും കൽബുമല്ലാതെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രോഗം പടർന്നു. ഈ സമയത്തെല്ലാം നബി അരുളി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ സിക്ർ ചൊല്ലുന്ന നാവിലേക്കും സ്വരൂപിച്ചു കൂടുന്ന കൽബിലേക്കും ഒരു രോഗവും ബാധിച്ചില്ല. മാസങ്ങളോളം അല്ലാഹു നബി ശയ്യാവലം വേഗടന്നു. ബന്ധുക്കൾ കുഷ്ഠരോഗം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങി. കുഷ്ഠരോഗം നബിമാർക്ക് വരാൻ പാടില്ല, ഇത് നബിയല്ല എന്ന് ഇബ്ലീസ് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടാരെ അറിഞ്ഞിടണേ കൊട്ടാര വിശേഷങ്ങൾ, അയ്യൂബിൻ രോഗം ഇവിടം പകരും നിങ്ങൾക്കും, പറയാം പകരും നിങ്ങൾക്കും. അവനൊരു നബിയല്ല, കേൾക്ക് തെളിവാണിവയെല്ലാം. ദേഹം പൊട്ടിയൊലിക്കണ കുഷ്ഠം പകരം കെട്ടിയ പെണ്ണിനും കഷ്ടം, പ്രതിവിധിയില്ലെങ്കിൽ നിങ്ങൾക്കും നഷ്ടം. റഹ്മത്തോട് നാട്ടാരും ചെന്നങ്ങ് പറയുന്നു, അയ്യൂബ് നബിയാണെങ്കിൽ പ്രാർത്ഥന ചെയ്തൂടെ, അല്ലാ രോഗം മാറ്റില്ലേ? ബീവിയുമോതുന്നേ രോഗം പകരുകയില്ലെന്നേ. ഇബ്ലീസിനെ നോക്കിക്കെട്ടി അയ്യൂബ് നബിയുടെ വീട്ടിലേക്ക് ജനങ്ങൾ ഒന്നടങ്കം പോയി. റഹ്മത്ത് നബിയുടെ ന്യായവാദങ്ങൾക്കൊന്നും ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ അവർ ചെവിക്കൊണ്ടില്ല. അവർ ആക്രമിക്കുമെന്ന് ഉറപ്പായപ്പോൾ റഹ്മത്ത് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നാലല്ലേ നിങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയിക്കൊള്ളാം. അതേ, റഹ്മത്ത് ബീവി ഒന്ന് ഒരുങ്ങിക്കൂട്ടരെ. ചരിത്രത്തിൽ ഒരു ഭാര്യയെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല. ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ഭാര്യയുമില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധത്തിലും ഒരു ഇതിഹാസത്തിലും ഒരു പുരാണങ്ങളിലും ഇങ്ങനെ ഒരു ഭാര്യ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഭാര്യ എന്ന മലയാള പദത്തിന്റെ ശബ്ദധാരതി കണ്ടുപോയി എടുത്തു നോക്കിയാൽ നിങ്ങൾക്കൊരു ആന്തരിക അർത്ഥം ലഭിക്കും. ഭർത്താവിന്റെ ഭാരം ചുമക്കുന്നവൾ. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ഒരു ഒറ്റ ഭാര്യയുള്ളൂ, അത് മഹാനായ യൂസുഫ് നബിയുടെ പേരക്കുട്ടി റഹ്മത്ത് എന്ന അയ്യൂബ് നബിയുടെ ഭാര്യ. സ്വന്തം ഭർത്താവിനെ ചുമലിലേക്ക് ഒരു രാത്രിക്ക് രാത്രി രാപ്രയാണം തുടങ്ങി കുറിച്ചു കൂട്ടരെ. താണ്ടി ബീബിയുമാരാത്രി ചുമലിൽ അയ്യൂബ് നബിയെയും ചുമന്ന് നീങ്ങുന്നു പാവം സ്ത്രീ. തന്റെ ഭർത്താവിനെ ചുമന്ന് റഹ്മത്ത് ബീവി തന്റെ യാത്ര ആരംഭിച്ചു. ദിക്കറിയാത്ത മരുഭൂമിയിലൂടെ യാത്ര. ചുട്ടുപൊള്ളുന്ന മണലിലൂടെ നടക്കുമ്പോൾ രണ്ട് കൊട്ടാരത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച റഹ്മത്ത് ബീവിക്ക് കാലിൽ ചെരുപ്പില്ല ധരിക്കാൻ എന്നതാണ് സത്യം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഇക്കാലം അത്രയും എവിടെ ചെന്നാലും അള്ളാഹുവിന്റെ നബിക്കും റഹ്മത്ത് ബീവിക്കും പരീക്ഷണം മാത്രം. ചെന്നെത്തുന്ന സ്ഥലത്തെല്ലാം ആട്ടിയോടിക്കലും അവഹേളിക്കലും. നേരെ നടക്കാൻ പോലും പറ്റാതെ മുടന്തി മുടന്തി നടക്കുന്ന റഹ്മത്ത് ബീവി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല നബിയെ താങ്ങിയെടുക്കാൻ. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് നബി റഹ്മത്ത് ബീവി ജോലിക്ക് തേടി പോയ സമയം. പാറപ്പുറത്ത് കിടക്കുന്ന അള്ളാഹുവിന്റെ നബിക്ക് ദിക്ർ ചെല്ലാൻ പറ്റുന്നില്ല. നബി ചിന്തിച്ചു പോയി, റബ്ബേ എന്റെ നാവിനും വിഷമം ഇറങ്ങിപ്പോയോ? അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു
റബ്ബേ എനിക്ക് ദിക്റും കൂടി ചെല്ലാൻ പറ്റാത്ത ജീവിതം അയ്യൂബിന് വേണ്ടല്ല, എന്റെ നാവിനെങ്കും എനിക്ക് വിട്ടുതരണം. അത്രേ പറഞ്ഞുള്ളൂ. അതാ വരുന്നു നസൽ അമീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഒരു അടിമയിൽ നിന്നും ഒരു ഉടമാറിച്ച പ്രാർത്ഥന. കാലങ്ങളോളം തങ്ങൾ അനുഭവിച്ച രോഗം മാറ്റാൻ അള്ളാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ജബൽ അയ്യൂബ് എന്ന പാറയുടെ ചുവടെ നബിയെ കൊണ്ടുപോയി നിർത്തി അവിടെ നിന്ന് പാറ ചുവട്ടാൻ പറഞ്ഞു. അപ്പോൾ നബി അവിടെ നിന്ന് പാറ ചുവട്ടി. അവിടെ നിന്ന് 2 നീരുറവ് പുറപ്പെട്ടു. അതിൽ നബി 2 പ്രാവശ്യം മുങ്ങി. 3ാമത്തെ പ്രാവശ്യമായപ്പോൾ സരസിലേക്ക് ഇറക്കുന്നു നബിയോരെയുടനെ, ശിരസോടെ മുങ്ങി പിന്നെ പൊങ്ങിയപ്പോൾ അവിടെ രസമേറും അജബൊന്ന് നടന്നല്ലോ ഉടനെ. ചന്ദിര നിറമായി നബിയോ സുന്ദരമലരായി, ജലമോ മറയുന്ന നിലയായി. അഹദോന്റെ അമറാലെ അവിടത്തിൽ നബിയുള്ള രിജിലാലെ ചവിട്ടുന്നേ. പിന്നെ പദ പദ നുരഞ്ഞിട്ട് ഉറവയും ഒലിക്കുന്നേ, ജിബിരിലും ഉരയുന്നേ. നബിയെ അതിലൊന്ന് കുളിക്കുന്നേ. വെള്ളത്തിൽ നിന്ന് നബി പുറത്തേക്ക് വരുമ്പോൾ മൂർധാവിൽ നിന്ന് താഴേക്ക് കാൽവിലോട് വെള്ളം ഒഴുകുന്ന പോലെ അള്ളാഹു രോഗത്തെ ഇടിച്ചു കളഞ്ഞു. ഈ സമയം സംഭവമൊന്നും അറിയാതെ റഹ്മത്ത് ബീവി ജോലി കഴിഞ്ഞ് അവിടത്തേക്ക് എത്തി. തന്റെ പ്രാണനായകനെ കാണാതെ ആകെ വിഷമത്തിലായ റഹ്മത്ത് ബീവി പോയി, എന്റെ പ്രാണനെങ്ങ് പോയി, എന്റെ തോഴനെങ്ങുമില്ലല്ലോ ഇല്ലല്ലോ, എന്റെ കൽബ് വിങ്ങിടുന്നല്ലോ. തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഭാഗം നിൽക്കുന്ന സുന്ദരനായ യോവനെ കണ്ട് നബിയാണെന്നറിയാതെ റഹ്മത്ത് ബീവി തന്റെ ഭർത്താവിനെ കുറിച്ച് ആരാഞ്ഞു. റഹ്മത്ത് ബീവിയുടെ അവലാതി കണ്ട് ഇനിയും തന്റെ പെണ്ണിനെ വിഷമിപ്പിക്കണമെന്ന് നോട്ടി അള്ളാ നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നോക്ക്, എന്റെ പെണ്ണിനൊന്ന് നോക്ക്, റബ്ബിൻ കാരുണ്യം നീ നോക്ക്. പടച്ച എന്റെ രോഗം മാറ്റിയോനല്ലാ, അവനല്ലാ, ഏകനായവൻ ജലാലല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ രോഗം മാറ്റി, അവന് സ്തുതി. പ്രിയരെ, ഇതോടെ ഞങ്ങളുടെ കഥ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.